Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 14th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വെൽഡഡ് കണക്ഷൻ വിത്ത് ബഡ് ജോയിൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. A 18 mm thick plate is joined to 16 mm plate by 200 mm long butt joint. Determine the strength of the joint if, first question, double V butt joint, second case, single V butt joint weld. Assume that FE 410 plates are used and the weld is done at shop. അപ്പോൾ നമുക്ക് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ബഡ് ജോയിൻ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ 18 mm ഒരു പ്ലേറ്റ് ഇവിടെ, 16 mm ഒരു പ്ലേറ്റ് ഇവിടെ, ഇതിനെ ബഡ് ജോയിൻറ്റിൽ യോജിപ്പിക്കുക. അപ്പോൾ T1 18, T2 16 ആണ്. ലെങ്ത് ഓഫ് ബഡ് വെൽഡ് 200 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് വെൽഡ് LW തന്നിട്ടുണ്ട്, 200 ആണ്. രണ്ട് കേസസ് ആണ്. ഡബിൾ വി ബഡ് ജോയിൻറ്റ്, സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആകുമ്പോഴും സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പ്ലേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് FE 410 ഗ്രേഡ് പ്ലേറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡിസൈൻ ഈസ് ആസ് പെർ IS 800/2007. ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എഴുതാം. പ്ലേറ്റ് തിക്നെസ് നോക്കാം. ഫസ്റ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് T1 18 mm, സെക്കൻഡ് പ്ലേറ്റിൻ്റെ തിക്നെസ് T2 16 mm. ലെങ്ത് ഓഫ് ബഡ് ജോയിൻറ്റ് LW തന്നിട്ടുണ്ട് 200 mm. പ്ലേറ്റിൻ്റെ ഗ്രേഡ് FE 410 ഗ്രേഡ് പ്ലേറ്റ് ആണ്. അതിൽ നിന്ന് പേജ് നമ്പർ 14 ടേബിൾ നമ്പർ 1 നിന്ന് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് 410 Nm² എന്നും ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് 250 Nm² എന്നും കിട്ടും. അപ്പോൾ ഇത് ഞാൻ ആ പേജ് വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ പഠിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്ത് എടുത്തിരുന്നതാണ്. ഇനി ഷോപ്പ് വെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോപ്പ് വെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കേണ്ടത് 1.25 ആണ്. അത് ടേബിൾ 5 പേജ് 30 ടേബിൾ 5 ഇതാണ് ടേബിൾ 5 പേജ് 30. ഇതിൽ വെൽഡിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് ഗാമ MW. അതിൽ ഷോപ്പ് വെൽഡ് ആണ് പറഞ്ഞേക്കുന്നത് 1.25 ആണ് വാല്യൂ വരുന്നത്. ഫീൽഡ് ആയിരുന്നെങ്കിൽ 1.5 വന്നേനെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഗാമ MW കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ്. നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ നോക്കാം. പേജ് നമ്പർ 79 ക്ലോസ് 10.5.7.1 കിടപ്പുണ്ട്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഇസ് ഈക്വൽ ടു FWD ഇൻറ്റു ഏരിയ ഓഫ് ദ വെൽഡ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുമ്പോൾ FWD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ സ്ട്രെസ് ആണ് ഇൻറ്റു ഏരിയ ഓഫ് ദ വെൽഡ്. ഇനി FWD കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ പേജ് നമ്പർ 79 കിടപ്പുണ്ട്. ഇതാ FWD is equal to FWN divided by gamma NW, where FWN is equal to FU divided by √3. FWD is equal to FWN divided by gamma NW. FWN is equal to FU divided by √3. FU എന്തായിരുന്നു? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് 410 ഡിവൈഡ് ബൈ √3. അപ്പോൾ എന്ത് കിട്ടി? FWN കിട്ടി. അതായത് ഈ ഇക്വേഷനിലെ FWN കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ FWD is equal to FWN divided by gamma NW ആണ്. FWNൻ്റെ വാല്യൂ 410 ഡിവൈഡ് ബൈ √3 കിട്ടി ഇൻറ്റു 1 by gamma MW. ഗാമ MWയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 1.25. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ FWD is equal to 189.37 Nm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ FWD കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഇസ് ഈക്വൽ ടു FWD കിട്ടി ഇൻറ്റു ഏരിയ ഓഫ് ദ വെൽഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ വെൽഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദ വെൽഡ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. അപ്പോൾ ഏരിയ ഓഫ് ദ വെൽഡ് കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത് ഓഫ് ദ വെൽഡ് ത്രോട്ട് തിക്നെസ്സും വേണം. LW ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഇസ് ഈക്വൽ ടു FWD ഇൻറ്റു ഏരിയനെ നമുക്ക് LW ഇൻറ്റു T എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതാം. ഇതിൻ്റെ അത് FWD കണ്ടുപിടിച്ചു, LW ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ത്രോട്ട് തിക്നെസ് കൂടി കണ്ടുപിടിച്ചാൽ ഡിസൈൻ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് കേസാണ് തന്നിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് ത്രോട്ട് തിക്നെസ് T. ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ കണ്ടീഷൻ നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ തന്നേക്കുന്നത് ഡബിൾ വി ബഡ് ജോയിൻ്റ് ആണ്.
അപ്പോൾ പേജ് നമ്പർ 78 ക്ലോസ് 10.5.3.3 ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ വി ബഡ് ജോയിൻ്റ് ആണെങ്കിൽ ത്രോട്ട് തിക്നെസ് വിൽ ബി ഈക്വൽ ടു ടി. ടി എന്ന് പറയുമ്പോൾ എന്താണ്? തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ്. ഈ ജോയിൻറ്റിൽ ഒരെണ്ണം 18 mm തിക്കും ഒരെണ്ണം 16 mm തിക്ക് പ്ലേറ്റും ആണ്. അപ്പോൾ ടി എടുക്കേണ്ടത് ഏതാണ്? 16 mm. തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് എടുക്കേണ്ടത്. ദെർഫോർ ത്രോട്ട് തിക്നെസ് വിൽ ബി ഈക്വൽ ടു 16 എന്ന് എഴുതാം. ഏതിൻ്റെ കേസിൽ? ഡബിൾ വി ബഡ് ജോയിൻ്റ് ആണെങ്കിൽ. ഇനി അടുത്തത് കേസ് നമ്പർ 2 സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആണ്. ഒരു പ്ലേറ്റ് 18 ഒരു പ്ലേറ്റ് 16 സിംഗിൾ വി ബഡ് ജോയിൻ്റാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ സിംഗിൾ വി ബഡ് ജോയിൻ്റ് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5/8 into t. Again t is the thickness of smaller plate which is equal to 16. അപ്പോൾ therefore 5/18 into 16 സോൾവ് ചെയ്യുമ്പോൾ 10 mm എന്ന് കിട്ടും. അപ്പോൾ ഡബിൾ വി ബഡ് ജോയിൻറ്റിനും സിംഗിൾ വി ബഡ് ജോയിൻറ്റിനും ത്രോട്ട് തിക്നെസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം. ഡിസൈൻ സ്ട്രെങ്ത് ഫോർ ഡബിൾ വി ബഡ് ജോയിൻറ്റ്. ഡിസൈൻ സ്ട്രെങ്ത് ഫോർ ഡബിൾ വി ബഡ് ജോയിൻറ്റ് നമുക്ക് ഇക്വേഷൻ FWD ഇൻറ്റു ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. FWD കണ്ടുപിടിച്ചിട്ട് 189.32, LW ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 200. ത്രോട്ട് തിക്നെസ് നമ്മൾ കണ്ടുപിടിച്ചു, ഡബിൾ വി ബഡ് ജോയിൻ്റ് ആണെങ്കിൽ 16 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 605.98 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ന്യൂട്ടണിലാണ് കിട്ടുന്നത്, അതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ കിലോ ന്യൂട്ടണിൽ കിട്ടും. അടുത്തത് രണ്ടാമത്തെ കേസിൽ ഡിസൈൻ സ്ട്രെങ്ത് ഫോർ സിംഗിൾ വി ബഡ് ജോയിൻറ്റ്. ഇക്വേഷൻ FWD ഇൻറ്റു LW ഇൻറ്റു T തന്നെയാണ്. FWD സെയിം ആണ്, LW സെയിം ആണ്. ത്രോട്ട് തിക്നെസ് നമ്മൾ സിംഗിൾ വി ബഡ് ജോയിൻറ്റിൻ്റെ കേസിൽ 10 ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോൾവ് ചെയ്യുമ്പോൾ 378.76 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബഡ് ജോയിൻറ്റിൻ്റെ പ്രോബ്ലംസ് കിട്ടിയാൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ചില ക്വസ്റ്റ്യനിൽ ഡിസൈൻ എന്ന് ചോദിക്കും. ഡിസൈൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിച്ച് അത് സേഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്ത ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.